ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു സദസ്സിലാണ് ഈ പുരസ്കാരങ്ങൾ ഞങ്ങൾ വിതരണം ചെയ്തത്. ഞങ്ങളുടെ ചെയർമാൻ പ്രിയപ്പെട്ട മമ്മൂക്കയാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. ദുബായിൽ നിന്ന് ജമാലുദ്ദീൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ഈ അവാർഡ് ദാന ചടങ്ങിൻ്റെ ഒരു സമഗ്ര വിവരങ്ങളുമായി. കൈരളിയുടെ ഈ NRI പുരസ്കാരം ദുബായിലെ വ്യവസായ ലോകം ഏത് രീതിയിലാണ് കാണുന്നത് എന്ന് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ജമാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനോ. ജമാൽ, ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം, ഒരു രാത്രി കടന്നു പോയതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ് നിങ്ങളൊക്കെ നിൽക്കുന്നത്. ദുബായിയുടെ വ്യവസായ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളിൽ ഒന്നാണ് നമ്മുടെ NRI അവാർഡ് എന്ന് പറയുന്നത്. ഇന്നലെ ഇപ്പോൾ ആ അവാർഡുകൾ വിതരണം ചെയ്തിരിക്കുന്നു. പ്രവാസ ലോകം, ദുബായിലെ വ്യവസായികൾ നമ്മുടെ ഈ പുരസ്കാരത്തെ ഏത് രീതിയിലാണ് പരിഗണിക്കുന്നത്? മനോ, തീർച്ചയായും നമുക്കറിയാം, കേരളത്തിൽ മാത്രമല്ല പ്രവാസ ലോകത്തേക്കും കൈരളി ടിവിക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. 2016 നമ്മൾ ഇത്തരത്തിൽ പ്രവാസ ലോകത്തെ ഒരു NRI ബിസിനസ് അവാർഡ് ആലോചിക്കുന്നത്. അന്ന് 2016 വളരെ വിജയകരമായി നടപ്പിലാക്കി. പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ തുടർച്ചയായി കൈരളി TV NRI ബിസിനസ് അവാർഡുകൾ നടത്തി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വ്യവസായ ലോകത്ത് അല്ലെങ്കിൽ പ്രവാസ ലോകത്ത് നിരവധിയായ മലയാളികൾ അവരുടെ സ്വയപ്രയത്നം കൊണ്ട് വലിയ ബിസിനസ് സമാജം കെട്ടിപ്പടുത്ത ആളുകളുണ്ട്. അത് ചെറിയ ഒരു കഫ്തീരിയ മുതൽ വലിയ സൂപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ വലിയ ഷോപ്പിംഗ് മാളുകൾ, വലിയ ആശുപത്രികൾ ഒക്കെ തീർത്ത മലയാളികളുണ്ട്. ഇവരുടെ വിജയഗാഥകളൊക്കെ തന്നെയും പുതിയ തലമുറക്ക് വലിയ പ്രചോദനമാണ്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരാൾക്കായാലും ശരി, ഇവരുടെ വിജയഗാഥകൾ വലിയ പ്രചോദനമായി തീരും. അത്തരത്തിൽ ഈ സംരംഭകരെ കുറിച്ച് പുറം ലോകത്ത് അറിയിക്കുക, ഒപ്പം തന്നെ അവർക്ക് ഒരു പ്രചോദനം നൽകുക, കൂടുതൽ പിന്തുണ നൽകുക, ഒരു സഹകരണം നൽകുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കൈരളി TV ഈ അവാർഡ് നൽകാൻ 2016 മുതൽ ആരംഭിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ, മലയാളികളെ ഒക്കെ തന്നെ പ്രിയങ്കരായ മമ്മൂക്കയുടെ ഒരു പ്രത്യേക താല്പര്യം, അതുപോലെ തന്നെ നമ്മുടെ MD ജോൺ ബ്രിട്ടാസ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക താല്പര്യമൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു പിന്നിൽ ഉണ്ടായിരുന്നത്. ഏതായാലും വളരെ വിജയകരമായി തന്നെ ഈ അവാർഡുകളൊക്കെ തന്നെ നടന്നു. ഇന്നലെയും വളരെ വിജയകരമായ ഒരു സദസ്സിൽ, വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിലാണ് നടന്നത്. ദുബായിൽ നിന്ന് മാത്രമല്ല, മറ്റ് എമിറേറ്റുകളിൽ നിന്ന്, അതുപോലെ തന്നെ മറ്റ് GCC രാജ്യങ്ങളിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നൊക്കെ തന്നെയും ആളുകൾ ഈ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തി എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത. അത് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ, അത് അഭിഭാഷകർ, ഡോക്ടർമാർ, സംഘടനാ പ്രവർത്തകർ, അതുപോലെ തന്നെ ബിസിനസ് വാണിജ്യ മേഖലകളിലുള്ള ആളുകളൊക്കെ തന്നെയും ഈ ചടങ്ങിൽ എത്തി. വളരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രൗഢമായ ഒരു സദസ്സിൽ ഈ പരിപാടി സംഘടിപ്പിക്കാനെത്തി. വളരെ വിജയകരമായ ഒരു പരിപാടിയായിരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരും കൈരളി TVയെ പ്രത്യേകം പ്രശംസിച്ചുകൊണ്ടാണ് മടങ്ങിയത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഉദ്യമങ്ങൾ വീണ്ടും തുടരണം എന്നൊരു ആവശ്യം കൂടിയാണ് ഈ പങ്കെടുത്ത എല്ലാവരും പങ്കുവെച്ച് തന്റെ വിശദാംശങ്ങൾ നമ്മൾ വാർത്തകളിൽ തന്നെ ഈ അവാർഡ് ജേതാക്കളുടെ വിവരങ്ങളും അതുപോലെ തന്നെ പങ്കെടുത്ത മറ്റാളുകളുടെ വിവരങ്ങൾ നൽകിയിരുന്നു. ഏതായാലും പ്രവാസ ലോകത്ത് സമാനതകളില്ലാത്ത ഒട്ടേറെ പ്രവർത്തനം നടത്തുന്ന കൈരളി TVയുടെ സാമൂഹ്യ പ്രതിബദ്ധത മുൻനിർത്തിയുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് കൈരളി NRI ബിസിനസ് അവാർഡ് സംഘടിപ്പിച്ചത്. മനു, ശരി, ഓക്കെ, താങ്ക് യു ജമാൽ. ഏതായാലും ഏറെ സന്തോഷം നമുക്ക് നമ്മുടെ പുരസ്കാരങ്ങൾ ആ രീതിയിൽ കൊടുക്കാൻ കഴിയുന്നത്. അതൊരു വലിയ അംഗീകാരമായി അവിടുത്തെ വ്യവസായികൾ ഏറ്റെടുക്കുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു രാവിലെ ഈ സന്തോഷ വാർത്തയുമായി നമ്മളോടൊപ്പം ചേർന്നതിന്.